എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 കെമിസ്ട്രീൻ്റെ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോർഡ് എക്സാമിനും ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മാർക്കോണിക്കോസ് റൂൾ എന്ന റൂളാണ്. അതിൻ്റെ മെക്കാനിസമാണ്. അപ്പോൾ നമുക്ക് മാർക്കോണിക്കോസ് റൂൾ എഴുതാം. എന്താണ്? മാർക്കോണിക്കോഫ് റൂൾ. എന്താണ് മാർക്കോണിക്കോഫ് റൂള് എന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് പാർട്ട് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം അല്ലെങ്കിൽ ആഡിങ് മോളിക്യൂൾ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ആറ്റം വിച്ച് പോസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നതാണ് അതിൻ്റെ റൂള്. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. എന്നിട്ടാണ് നമ്മളതിൻ്റെ മെക്കാനിസം ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മളിവിടെ എടുക്കുന്ന ആൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊപ്പ് ഈനാണ് എടുക്കുന്നത്. അതായത് CH3 CH2. ഇവിടെ നമ്മൾ HBr അഡിഷൻ നടത്തുകയാണ്. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം വന്നിട്ട് HBr എന്നുണ്ടായാൽ നമ്മൾ ഉദ്ദേശിച്ചോണം അത് എന്താണ്? മാർക്കോണിക്കോസ് റൂള് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഹൈഡ്രജനും ഒരു ഹൈഡ്രജൻ ഹാലജൻ അഡിഷൻ, ഹൈഡ്രജൻ ഹാലൈഡ് ഇവിടെ അഡിഷൻ നടക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് പാർട്ട് മീൻസ് ഇതിനെ ഡിസോസിയേറ്റ് ചെയ്താൽ H+ഉം Br- ആവും. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും. മെയിൻ പ്രോഡക്റ്റ് കിട്ടുക CH3 ഇവിടെ നമ്മുടെ ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്തു, ഡബിൾ ബോണ്ട് മാറി. അപ്പോൾ ഇവിടെ CH3 ഇവിടെ ഓക്കെയാണ്. ഇനി കാർബണിൻ്റെ 1, 2, 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് CH. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ. അതായത് ഇത് പ്രൊപ്പ് 2 ബ്രോമോ പ്രൊപ്പ് ഏനുണ്ടാവും. ഇതെന്തായിരുന്നു? പ്രൊപ്പ് ഈനായിരുന്നു. അപ്പം അത്രയും മനസ്സിലായി കാണുമല്ലോ. ഇതിന് മാർക്കോണിക്കോസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇനി മൈനർ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മൈനർ പ്രോഡക്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്നത് ഇവിടേക്കായിരിക്കും. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ടത് വേറെ റൂളാണ്. അപ്പോൾ നമുക്ക് മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന കണ്ടു. ഇനി ഇതിൻ്റെ മെക്കാനിസമാണ് പഠിക്കാനുള്ളത്. മെക്കാനിസം മാർക്കോണിക്കോസിൻ്റെ മെക്കാനിസം പഠിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള പല ഇൻ്റർമീഡിയറ്റ് റിയാക്ഷൻസും നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് കയറി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നിങ്ങൾ മാക്സിമം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം HBr ആണ് ഇവിടുത്തെ ആള്. അപ്പം HBr ആണ് ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഹാലൈഡാണ്. അതായത് HBrന് ആദ്യമായിട്ടൊരു മാറ്റം ഉണ്ടാകും. അത് ഇങ്ങനെയാണ്. HBr എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് H+ഉം Br- ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം HBr എന്ന് തന്നെ ഇട്ടേക്കാം. കാരണം നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് 2 പോസിബിലിറ്റി ഉണ്ട്. ആ 2 പോസിബിലിറ്റിയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുകയാണ്. H+. അതായത് H+നെ ഇവിടെ ആഡ് ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ? 2 രീതിയിൽ ആഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ നടുക്ക് ഇവിടെയും കൊണ്ട് ആഡ് ചെയ്യാം, ഇവിടെയും കൊണ്ട് ആഡ് ചെയ്യാം. എവിടെ ആഡ് ചെയ്താലും ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഈ കാർബണിലോ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് നടുക്കലത്തെ കാർബണിൽ ആഡ് ചെയ്യാം. CH3 CH2 CH3. ഇനി നമുക്ക് ഈ കാർബണിൽ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും? CH3 ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശരിക്കും എവിടെ ആഡ് ചെയ്തേ? ഇവിടെ CH2 അല്ലേ വരുന്നേ? അല്ലേ? ഇവിടെ അല്ലേ ഹൈഡ്രജൻ ആഡ് ചെയ്തേ? അപ്പോൾ CH3 CH2 എന്നാണ്. CH2 ആയതുകൊണ്ട് അവിടെ പ്ലസ്. ഇവിടെ നമ്മളിനി ആഡ് ചെയ്യുന്ന ഇവിടാണ്. അപ്പം CH3 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. CH ഇവിടെ ആഡ് ചെയ്തപ്പോൾ CH2 എന്ന് പറയുന്നത് CH3 ആയിട്ട് മാറി. അപ്പം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഇവിടെ ശരിക്കും ഉണ്ടായത് കാർബോ കാറ്റയോൺസ് ആണ്.
എന്താണ് ഒരു കാർബോകാറ്റയോൺ എന്ന് ചോദിച്ചാൽ കാർബണിന് മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്ന ആ ഒരു സ്പീഷീസിന് പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ. അപ്പോൾ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ എന്നത് ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നതാണ്. നമ്മൾ ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സെക്കൻഡറി കാർബണിനെയാണ് കാണാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൈമറി കാർബോകാറ്റയോണിനെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കാർബോകാറ്റയോൺ. ദാറ്റ് ഈസ് വൈ ദിസ് കോമ്പൗണ്ട് ഈസ് വെരി സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം എത്ര സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പാണ്. ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ നടക്കുന്നത് കാർബോകാറ്റയോൺ ഈസ് അറ്റാക്ക്ഡ് ബൈ ബ്രോമിൻ അയൺ ആണ്. നമ്മളിവിടെ ഇതിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ബ്രോമിൻ അയൺ കിടപ്പുണ്ട്, നമ്മൾ ഇതിനെ മാത്രമേ ഇതിൽ യൂസ് ചെയ്തുള്ളൂ, ഇവിടെ അനദർ കിടപ്പുണ്ട്, അപ്പോൾ ബ്രോമിൻ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കാണ് ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുക, ബിക്കോസ് സെക്കൻഡറി കാർബോകാറ്റയോണിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മേജർ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. CH3 CH+ കാർബണിൻ്റെ മുകളിൽ തന്നെ കൊടുക്കണേ CH3. ഇവിടേക്ക് ആരാണ് വരുന്നത്? Br- പ്ലസ് Br- മൈനസ് Br- നേരെ വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കയറും അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? മേജർ പ്രോഡക്റ്റ് കിട്ടും. CH3 CHBr CH3. ഓക്കെ, അതായത് 2 ബ്രോമോ പ്രൊപ്പേൻ. എല്ലാ കൂട്ടുകാർക്കും ഈ മാർക്കോണിക്കോസ് റൂൾ എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. അഡീഷണൽ റിയാക്ഷൻ ഓഫ് HBr ടു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഒരു റിയാക്ഷൻ കാണുന്നത്. അപ്പം ഇതൊരു അൺസിമെട്രിക് ആയിട്ടുള്ള ആൽക്കീനാണ്. അപ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനിലേക്ക് HBr അഡിഷൻ നടക്കുമ്പം നെഗറ്റീവ് പാർട്ട് ലെസ് നമ്പർ ഓഫ് കാർബൺ അടങ്ങിയിട്ടുള്ള ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള കാർബണിലേക്ക് പോയി അറ്റാച്ച് ചെയ്യും എന്ന് പറയുന്ന റൂളാണ് മാർക്കോണിക്കോസ് റൂള്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ല എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ടാൽ മതിയാകും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് പുതിയത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതായിരിക്കും. കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൻറ്റി മാർക്കോണിക്കോസ് അഡിഷൻ ആണ്. എന്താ ആൻറ്റി മാർക്കോണിക്കോസ് അഡിഷൻ, ആൻറ്റി മാർക്കോണിക്കോസ് റൂളാന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതും അതിൻ്റെ എക്സാമ്പിൾ മെക്കാനിസമാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ, നമ്മൾ മാർക്കോണിക്കോസ് റൂൾ പറഞ്ഞു. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പം ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ എന്താണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം അറ്റാച്ച് ചെയ്യുന്നത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള കാർബണിലായിരിക്കും. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോസ് റൂളിൻ്റെ ഡെഫിനിഷൻ പറയാം. ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാണ് ആൻറ്റി മാർക്കോണിക്കോസ് റൂള്. ഈ ആൻറ്റി മാർക്കോണിക്കോസ് റൂളും മാർക്കോണിക്കോസ് റൂളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്നാൽ ഇവിടെ പെറോക്സൈഡ് കൂടെ റിയാക്ഷനിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ തന്നെയാണ്. മാർക്കോണിക്കോസ് റൂളിൽ എടുത്തതുപോലെ തന്നെ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ തരുന്ന റിയാക്ഷനാണ് അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ തരുന്നത്. അപ്പം ഈ ആൻറ്റി മാർക്കോണിക്കോസ് റൂളിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബൺ ആറ്റത്തിലായിരിക്കും. അപ്പോൾ അതിന് മുമ്പിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാം. മാർക്കോണിക്കോസ് റൂളിലും ആൻറ്റി മാർക്കോണിക്കോസ് റൂളിലും അതിൻ്റെ ഡെഫിനിഷനിൽ കൊടുക്കാം. ഡ്യൂറിങ് അൺസിമെട്രിക്കൽ ആൽക്കീൻസ് അല്ലെങ്കിൽ HBr അഡിഷൻ ഇൻ അൺസിമെട്രിക്കൽ ആൽക്കീൻസ് ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് കോൾഡ് ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ. ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയും. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ CH3 CH2 പ്ലസ് HBr ഇത്ര ആയപ്പോഴത്തേക്ക് നമുക്ക് മാർക്കോണിക്കോസ് റൂളാണ് ഓർമ്മ വന്നത്. പക്ഷെ നമ്മളിവിടെ ഒരു പെറോക്സൈഡ് ആഡ് ചെയ്യാണ്, ബെൻസോയിൽ പെറോക്സൈഡ്. ബെൻസോയിൽ പെറോക്സൈഡാണ് ആഡ് ചെയ്യുന്നത്. C6H5CO ടോയ്സ് O2 എന്നതാണ് ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് CH3 CH2
CH2Br എന്ന പ്രോഡക്റ്റാണ്. അതായത് 1 ബ്രോമോ പ്രൊപ്പൈൻ ആണ് കിട്ടുന്നത്, 1 ബ്രോമോ പ്രൊപ്പൈൻ. അപ്പോൾ ആ റിയാക്ഷൻ്റെ മെക്കാനിസം ഇനിയാണ് നമ്മൾ പറയാൻ പോണത്. എന്തുകൊണ്ട് രണ്ട് പ്രോഡക്റ്റായി എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറിൽ നമുക്ക് ആൻസർ കൊടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തേത് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാർബോകാറ്റയൻ ഫോം ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്, റാഡിക്കൽ ചെയിൻ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. എന്താണ് റാഡിക്കൽ ചെയിൻ മെക്കാനിസം? അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ റിയാക്റ്റൻ്റ് സ്പീഷീസിനെ എടുക്കാം, നമ്മുടെ കാറ്റലിസ്റ്റ് പോലെ ഇരിക്കുന്ന പെറോക്സൈഡിനെ എടുക്കാം. C6H5COO COSC6H5 എന്ന ബെൻസോയിൽ പെറോക്സൈഡാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബെൻസോയിൽ പെറോക്സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യാം. C6H5CO, ഒരെണ്ണം ഡബിൾ ബോണ്ടാണ്, അടുത്ത O, പിന്നെ O. അതുകൊണ്ടാണ് ഇതിനെ പെറോക്സി ലിങ്കേജ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത CO, C6H5. ഈ സാധനത്തിന് ഒരു ബെൻസോയിൽ പെറോക്സൈഡിന് ഹോമോളിസിസ് സംഭവിക്കുന്നു. എന്താ ഹോമോളിസിസ്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോളിസിസ് ആൻഡ് ഹെട്രോളിസിസ്? ഹോമോളിസിസ് എന്താണെന്ന് വെച്ചാൽ പാർഷ്യലായിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നതാണ്. ഹെട്രോളിസിസ് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നാണ്. അതായത് ഹെട്രോളിസിസ് നടന്നാൽ ഒരു ഇലക്ട്രോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്ത് പോകും, അല്ലേ, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെ പെയർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത ആൾ നെഗറ്റീവായാണ്, മറ്റേ ആൾ പോസിറ്റീവായിട്ട് മാറും. പക്ഷേ ഇവിടെ ഹോമോളിസിസിൽ അങ്ങനെയല്ല, ഒരു ഇലക്ട്രോണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നത്. ഒരു ഇലക്ട്രോൺ അപ്പുറത്തും കിട്ടും, ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തും കിട്ടും. അതായത് റാഡിക്കൽസ് ആയിരിക്കും ഫോം ചെയ്യുക. അതാണ് ഹോമോളിസിസിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം ഹോമോളിസിസ് ഹെട്രോളിസിസ് നമുക്ക് മനസ്സിലായി. അപ്പം ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്നു. ഇവിടെ ഒരു ബോണ്ടല്ലേ, ബോണ്ടിലെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇരിക്കും, അതിൻ്റെ അടുത്ത ഇലക്ട്രോൺ അവിടെ ഇരിക്കും. അത്രയാണ് ഉണ്ടാകുന്ന മാറ്റം. അതായത് 2 മോളിക്യൂള് C6H5CO ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിൽ നിന്നിട്ട് അടുത്തൊരു റിയാക്ഷൻ നടക്കുന്നു, ഇതിന് അണ്ടർഗോ ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു കാര്യം പറയാം, ഇവിടെ നിന്നിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ എലിമിനേഷനാണ് അടുത്തായിട്ട് പറയുന്നത്. അതായത് COO എന്ന് ഇരിപ്പിയില്ലേ, ഇവിടുന്ന് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. ഈ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്ത് പോകുന്നില്ല, റാഡിക്കൽ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു, റാഡിക്കൽ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുന്നു ടു C6H5 ഫ്രീ റാഡിക്കൽ പ്ലസ് 2CO2. കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു, കാർബൺ ഡയോക്സൈഡ് അവിടെ നിന്ന് പോയി. ഓക്കെ, അതിന് നമ്മളിനി മൈൻഡ് ചെയ്യേ വേണ്ട. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ C6H5 ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. അടുത്ത ഇതിൽ അടുത്ത ഹോമോളിസിസ് ആണ് നടക്കാൻ പോണത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോണത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ C6H5 ഫ്രീ റാഡിക്കലിലൂടെ HBr അഡിഷനാണ്. നമുക്ക് അടുത്ത് കിട്ടുന്ന ആൾ HBr ആണ്, അതിൻ്റെ ഹോമോളിസിസ് ആണ് നടക്കുന്നത്. C6H5 ഫ്രീ റാഡിക്കൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്ലസ് C6H5 ഫ്രീ റാഡിക്കൽ ഉണ്ട്, പ്ലസ് HBr ഉണ്ട്. അപ്പോൾ ഇനി നടക്കുന്നത് ഹോമോളിസിസ് ആണ്. എന്താണ് ഹോമോളിസിസ്? എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹോമോളിസിസിൻ്റെ പ്രോഡക്റ്റായിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഇനി കണ്ണ് അടച്ച് പറഞ്ഞോണം, റാഡിക്കൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്, അതായത് സിംഗിൾ ഇലക്ട്രോൺസ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പം C6H5 ഫ്രീ റാഡിക്കൽ പ്ലസ് HBr ഹോമോളിസിസ്. ഇവിടെ HBrന് ഹോമോളിസിസ് നടക്കുന്നു, മീൻസ് HBrന് ഹോമോളിസിസ് സംഭവിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്തുണ്ടാവും? ഗീവ്സ് H ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, പ്ലസ് Br ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അല്ലേ? ഈ H ഫ്രീ റാഡിക്കൽ ഇവിടെ നിന്ന് ചെന്നിട്ട് ഇവിടേക്ക് പോവും, അവിടെ C6H6 ആയിട്ട് മാറും. അവിടെ റാഡിക്കൽ ഇല്ല, ആ റാഡിക്കലിൻ്റെ ഒരു ഇലക്ട്രോണും ഈ ഇലക്ട്രോണും ചേർന്നിട്ട് അവിടെ ബോണ്ട് ഫോം ചെയ്ത് C6H6 ആയിട്ട് മാറും, അല്ലേ? പിന്നെ അവിടെ റിമൈൻ ചെയ്യുന്ന ആരാ? ഈ HBrലെ ഹൈഡ്രജൻ ഓൾറെഡി അങ്ങോട്ടേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി Br ഫ്രീ റാഡിക്കൽ അവിടെ ഇരിപ്പുണ്ട്. ഹോമോളിസിസ് അല്ലേ ക്ലീവേജ് നടന്നത്, ബോണ്ട് ബ്രേക്കേജ് നടന്നത്. അപ്പോൾ ഇവിടെ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കലിനാണ് നമുക്ക് അടുത്ത പ്രോസസ്സ്, അടുത്ത സ്റ്റെപ്പിൽ, ഫൈനൽ സ്റ്റെപ്പിൽ ആവശ്യമുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് കാണുന്നത്? ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ നമുക്ക് തന്നേക്കുന്ന അൺസിമെട്രിക്കലായിട്ടുള്ള ആൽക്കീനകത്ത് പോയിട്ട് റിയാക്ട് നടത്തും. അതായത് നമുക്ക് കിട്ടിക്കുന്നത് പ്രൊപ്പീൻ അല്ലേ,
CH3 CH2 പ്ലസ് ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. അതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായിട്ട് രണ്ടെടുത്ത് നമുക്ക് ഫ്രീ റാഡിക്കൽ ആഡ് ചെയ്യാം. അതായത് CH3 CH2 Br ആവാം. ഇനി അടുത്തൊരു ചാൻസ് ഈ Br ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പം CH3 CH2 Br. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ആഡ് ചെയ്തു. ഒന്ന് Br ഫ്രീ റാഡിക്കൽ ഇവിടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. അടുത്ത Br ഫ്രീ റാഡിക്കൽ ഇവിടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന രണ്ടാൾക്കാരാണ്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്താ, ഇത് പ്രൈമറി ആയിട്ടുള്ള ഫ്രീ റാഡിക്കലാണ്. അടുത്ത ഇതെന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള ഫ്രീ റാഡിക്കലാണ്. കാർബൺ അകത്തിരിക്കുന്നതുകൊണ്ട് സെക്കൻഡറി അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. അപ്പം നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഒരു റിയാക്ഷൻ്റെ റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പം ഫ്രീ റാഡിക്കലിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്ന ഓർഡറാണ്. അപ്പം ഈ രണ്ടെണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പ്രൈമറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്രീ റാഡിക്കലിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എഴുതിയപ്പം ഞാനിവിടെ എഴുതിയേക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഫ്രീ റാഡിക്കലിന് ഇങ്ങനെയല്ല യാരെല്ലാം നമ്മൾ തിരിച്ചിടേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ. ഇങ്ങനെ ആരും കൊണ്ടുപോയി തെറ്റിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഫ്രീ റാഡിക്കലിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്നത് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിലേതാണ് സ്റ്റെബിലിറ്റി കൂടിയതെന്ന് വെച്ചാൽ ഇതിനാണ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പം നമ്മൾ ഇയാളുടെ കാര്യം മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം CH3 CH2 Br ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ട്. അതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ HBr ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ബോണ്ട് ചെയ്തിട്ട് H+ ഇവിടെ ഹോമോളിറ്റിക് ക്ലീവേജ് നടന്നിട്ട് എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ ഇവിടെ ഹോമോളിറ്റിക് ക്ലീവേജ് നടന്നിട്ട് H ഫ്രീ റാഡിക്കലും ബ്രോമിൻ ഫ്രീ റാഡിക്കലും ഉണ്ടാവും. അപ്പോൾ ആ H ഫ്രീ റാഡിക്കൽ പോയി ഇങ്ങോട്ടേക്ക് കയറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്നത് CH3 CH2 Br പ്ലസ് ബ്രോമിൻ ഫ്രീ റാഡിക്കൽ എന്നതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇനി മൈനർ പ്രോഡക്റ്റും കിട്ടും. അത് ഈ റിയാക്ഷൻ്റെ ഫേവർ ചെയ്തിട്ട് കാണുന്ന രീതിയിൽ പോകും. ഓക്കെ, അപ്പം മൈനർ പ്രോഡക്റ്റിൻ്റെയും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മൈനർ പ്രോഡക്റ്റ് നമുക്കിങ്ങനെ എഴുതാം. മൈനർ പ്രോഡക്റ്റ് നമുക്കിങ്ങനെ കിട്ടും. CH3 Br CH3 പ്ലസ് Br ഫ്രീ റാഡിക്കൽ. ഇതാണ് മൈനർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മൈനർ പ്രോഡക്റ്റ് നമ്മൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. എനിവേ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം, ഫ്രീ റാഡിക്കലിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കലും കാർബോകാറ്റയോണും ഒരു റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ആണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാർബോകാറ്റയോണിൻ്റെയും ഫ്രീ റാഡിക്കലിൻ്റെയും ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. അതുപോലെ മാർക്കോണിക്കോസ് റൂൾ പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെക്കാനിസം കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻ മെക്കാനിസം ആയിരുന്നു പഠിച്ചത്. എന്നാൽ നമ്മൾ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ അല്ലെങ്കിൽ HBr അഡിഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, അതിന് കറാഷ് ഇഫക്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം HBr അഡിഷൻ ഇൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം മൊത്തത്തിൽ മാറി. അവിടെ നമ്മൾ റാഡിക്കൽ മെക്കാനിസമാണ് ഫോളോ ചെയ്തത്. അപ്പം മറ്റേത് ഇതിന് മുമ്പ് പഠിച്ചത് നമ്മൾ നമ്മൾ കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് വരുന്ന രീതിയിലായിരുന്നു. ഇവിടെ ഫ്രീ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ വ്യത്യാസം ഉണ്ടാക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്കും ബൈ.